സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃപ്രാർത്ഥന. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈശോ നമ്മെ പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന എന്ന് നാം വിളിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. പിതാവായ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ കർത്തൃപ്രാർത്ഥന. സ്നേഹമുള്ളവരെ, സർവശക്തനായ, നമ്മെ രക്ഷിച്ച് നമ്മെ പരിപാലിക്കുന്ന, സർവവും സൃഷ്ടിച്ച ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ എന്ന് നാം ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണോ നാം പ്രവർത്തിക്കുന്നത്, അതോ നമ്മുടെ ഹിതമാണോ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് ഈ പ്രാർത്ഥന നമ്മെ ഒരുപാട് സഹായിക്കും. ദൈവരാജ്യം ഈ ഭൂമിയിൽ വളരുവാനായിട്ട് നാം പരിശ്രമിക്കുന്നുണ്ട്. അതിന് നമ്മെ ഉപകരണമാക്കണമേ എന്നാണ് നാം ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.